ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ്. നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ എൻ്റെ വീടാണ് കേട്ടോ. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്ന് കണ്ണൂർ. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വീഡിയോ കൂടി എടുക്കാതെ വിചാരിച്ചോ. അപ്പം രാവിലെ തന്നെയാണ് കേട്ടോ ഞാനും ഷാമാണ് പോകുന്നത്. രാവിലെ ഇന്ന് അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞ ദിവസമാണ് കേട്ടോ. എനിക്കൊരു ചെറിയൊരു മുഴയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിക്ക് ഇന്ന് ചെയ്യാനല്ല, അഡ്മിറ്റ് ആക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. ചെയ്യേണ്ട ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ഇതാ 127. പക്ഷേ ഡോക്ടർ അന്ന് ഒപ്പിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടുള്ള നമുക്ക് ലേറ്റ് ആവുന്നതാണ്. ഇന്ന് നമ്മൾ നാസ്ത കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് നാസ്തയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ 9 മണി നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞത്ര ഡോക്ടർക്ക് ഒരു കേസ് ഉണ്ടായതുകൊണ്ട് ഡോക്ടർ തിയേറ്ററിലല്ല. 12 മണി കഴിയുമെന്ന് പറഞ്ഞു ഡോക്ടർ വരാൻ. ഒരുപാട് ആളുണ്ട് കേട്ടോ. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ, ജില്ലാ ഹോസ്പിറ്റലും കണ്ണൂർ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഡോക്ടർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഡോക്ടർ വന്നപ്പം ഡോക്ടർ വന്ന സമയത്ത് ഇഞ്ചക്ഷൻ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയെ അവിടെ പോയി ചീട്ട് കാണിച്ചു. അഡ്മിറ്റ് അല്ലേ, അതുകൊണ്ട് ഞങ്ങളവിടെ ക്യൂ നിന്നിട്ടില്ല കേട്ടോ. അത്രയും സമയം നിന്നു. പക്ഷേ അതിന് ശേഷം ഡോക്ടർ വന്നപ്പോൾ തന്നെ നമ്മളെ നോക്കി നമുക്ക് അഡ്മിറ്റിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആകുമ്പോൾ റൂമിലേക്ക് പോകാം കേട്ടോ. റൂമിൽ അഡ്മിറ്റ് എടുക്കുന്നത് ഡോക്ടറെ കാണിക്കുന്നത് 2 ബിൽഡിങ്ങിലാണ്. അപ്പം അവിടത്തേക്ക് നമുക്ക് 1 മണിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ഫുഡ് കഴിക്കാൻ നമ്മൾ താഴേക്ക് ഇറങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അവിടെയാണ് ക്യാൻറ്റീൻ, മുകളിലാണ് കേട്ടോ ക്യാൻറ്റീൻ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അഡ്മിറ്റ് ആക്കാനായിട്ട് വന്നത്. അഡ്മിറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ടെൻഷനായി കേട്ടോ. എനിക്ക് സമയം കഴിഞ്ഞാൽ കൂടുതൽ ടെൻഷനായി. ഫുഡ് ക്യാൻറ്റീൻ മുകളിലാണ്. അപ്പോൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. നമ്മൾ താഴേക്ക് ഇറങ്ങി. എന്നിട്ടും കുറച്ച് ഉള്ളിലേക്കൂടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഉള്ളിൽ ചെറിയ സ്ഥലങ്ങളായിട്ട് ഉള്ളിലേക്ക് അപ്പുറത്തേക്ക് ബിൽഡിങ്ങിലേക്ക് പോകാൻ. അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ അഡ്മിറ്റ് സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ കൗണ്ടറിൽ പോയിട്ട് കാണിക്കണം. അവിടെ ചീട്ടെടുക്കാൻ വേണ്ടിക്ക്, നമ്മൾ ഫയലാക്കാൻ വേണ്ടിക്ക് അവിടെ കാണിക്കണം. അപ്പോൾ പറഞ്ഞു ഇന്ന് ബെഡ് ആവുന്നത്ര, അപ്പോൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളെപ്പോലെ വേറെയും വരുന്നുണ്ട് കേട്ടോ. ഫാസില എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരും പിന്നെ ഇവിടെ ചീട്ടിലവിടെ എഴുതി കൊടുത്തിട്ട് ബെഡ് ആവാത്തതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. 1 മണിക്കൂറെല്ലാം ആവുമെന്ന് പറഞ്ഞു. പിന്നെ സമയം കഴിഞ്ഞോട് എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഭയങ്കര ടെൻഷൻ കേട്ടോ. എന്താ വെച്ചാൽ എന്താവും ചെയ്യുന്ന പറയുമ്പോൾ കൂടുതൽ പേടിയാന്ന്. നമ്മൾ 3 പ്രാവശ്യം അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വരുന്നു. അപ്പം ഡോക്ടർ ഫുള്ളായി ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് ഡേറ്റ് തരണത്രേ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഫയൽ ശരിയായി കേട്ടോ. നമ്മളെ ഫയലാക്കി നമ്മൾ മുകളിൽ വാർഡാണ് കേട്ടോ എടുത്തത്. മുകളിലേക്ക് പോകണം. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലല്ലേ, പേടിയല്ല, ഒരു എന്താ വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, അതത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ. ബാത്റൂമും അതെല്ലാ ഹോസ്പിറ്റലും ഒരുപോലെ അല്ലേന്ന് വിചാരിച്ചു. ഞങ്ങൾ തലപ്പുറമിലും കുറച്ചൊക്കെ വൃത്തിയില്ല എന്നല്ല, എന്നാലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല പ്രൈവറ്റ് റൂം പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല റൂമാണ്, AC റൂമാണ്, എല്ലാം നല്ലതാണ് കേട്ടോ. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ തന്നെയുള്ള നല്ല ക്ലീനിങ് ആണ്. 2-3 പ്രാവശ്യം വന്ന് തുടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടിയ ബെഡ് ഷീറ്റൊക്കെ പിടിച്ചിട്ട്, പിന്നെ അവിടെ ഫർദിട്ടിട്ട് കയറാൻ പറ്റില്ല, പിന്നെ ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റില്ല. പിന്നെ എൻ്റെ സൂചിയൊക്കെ കുത്തി എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിക്ക്, പിന്നെ രക്തം എടുത്ത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ കൊടുത്തു. സൂചി കുത്തുന്ന വേദനയൊക്കെ ചെറിയ വേദനയാണ്, പക്ഷെ കുത്തുന്ന സമയത്തൊരു വേദന വേറെ തന്നെയാണ്. അത് എത്ര വലുതായാലും, എത്ര ചെറിയ കുട്ടികളായാലും, എത്ര വലിയ ആളായാലും ആ വേദന തന്നെയാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും ദുആ ചെയ്യട്ടോ. നോമ്പാന്ന് പ്രത്യേകിച്ച് ദുആ ചെയ്യാം. റമളാൻ മാസം മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടിക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യാം. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ബാക്കി പിന്നെ കാണിക്കുന്നത്. രാവിലെ ഞങ്ങൾ വടയും ചായയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് പൊതിച്ചോറും കിട്ടുന്നുണ്ട്. മാഷാ അല്ലാ, പൊതിച്ചോറും കിട്ടുന്നുണ്ട്. പിന്നെ രാത്രിക്കത്തെ ചപ്പാത്തിയും കറിയും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.